പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ദേശീയതലത്തിൽ ഒരു പണിമുടക്ക് ആരംഭിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി വരെയാണ് ഈ പണിമുടക്ക് നീണ്ടു നിൽക്കുക. 24 മണിക്കൂർ നീളുന്ന ഒരു പണിമുടക്കാണ്. അത് സംശയമില്ല ഒരു ഹർത്താലിൻ്റെ പ്രതീതി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ. കാരണം മാളുകൾ പോലും തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ പറഞ്ഞിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. ശബരിമല തീർത്ഥാടനം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളും സ്തംഭിപ്പിക്കാനാണ് തീരുമാനമായി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതായാലും അത് സംസ്ഥാനത്ത് നമുക്കറിയാം ഒരു ചെറിയ തരത്തിൽ പണിമുടക്കുണ്ടായാൽ പോലും ഹർത്താലിൻ്റെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ നാളെ സ്കൂളുകൾ തുറക്കില്ല, വാഹനങ്ങൾ ഓടില്ല, ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും, കടകമ്പോളങ്ങളടക്കം അടഞ്ഞു കിടക്കും, സംശയമില്ല. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിനകം പുറത്തു വരും. ഒപ്പം തിരുവല്ലയിലെ സ്പായിലെ കൂട്ടബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി എന്ന വാർത്ത രാവിലെ വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന് നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് ഈ ഒരു മണിക്കൂറിൽ. നമുക്കാദ്യം തലക്കെട്ടുകൾ വളരെ വേഗം ഒന്ന് നോക്കാം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിലായത് ചുമത്ര സ്വദേശി പ്രശോഭ്. പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് റാന്നിയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് കൊല്ലം വിജിലൻസ് കോടതി. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ SIT. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ. മലയാള സിനിമയിൽ പുതിയ കരാറിന് ശ്രമം. നീക്കം സാങ്കേതിക പ്രവർത്തകർ അവഗണിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലിൽ നിർമ്മാതാക്കളുടെ നിലപാട് നിർണായകമാകും. ബിജു മേനോനുമായി ബന്ധപ്പെട്ട വിവാദവും പുതിയ തലത്തിലേക്ക്. കേരള സർവകലാശാലയിൽ VC SFI പോര് കടുക്കുന്നു. യൂണിയൻ പിരിച്ചുവിട്ട നടപടിക്കെതിരെ SFI കോടതിയിലേക്ക്. VCയുടെ തീരുമാനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി. അവിശ്വാസ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പീക്കർ ഓം ബിർള ഇന്ന് ലോക്സഭയിലെത്തിയേക്കില്ല. അവിശ്വാസ നോട്ടീസ് മാർച്ച് 9 പരിഗണിച്ചേക്കും. ബജറ്റ് ചർച്ചയിൽ ധനമന്ത്രിയുടെ മറുപടി ഇന്ന്. രാഹുൽ ഗാന്ധിയും സംസാരിച്ചേക്കും. തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാർ ഇന്ന് ഡൽഹിയിലെത്തും. ദേശീയ നേതൃത്വം സംഘടിപ്പിക്കുന്ന നൈപുണ്യ വികസന പരിപാടിയിൽ പങ്കെടുക്കും. മോദിയുമായി കൂടിക്കാഴ്ച നാളെ. സംഘത്തിലുള്ളത് 115 കൗൺസിലർമാർ. നാളെ അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേരളം സ്തംഭിക്കുമെന്ന സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് നൽകി. T20 ലോകകപ്പിൽ നമീബിയക്കെതിരായ ഇന്ത്യയുടെ മത്സരം നാളെ. അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ കളിച്ചേക്കും. നെറ്റ്സിൽ മണിക്കൂറുകളോളം പരിശീലനം നടത്തി സഞ്ജു. നമുക്ക് വിശദമായ വാർത്തകളിലേക്കൊന്ന് കടക്കാം. ആദ്യം പോകേണ്ടത് പത്തനംതിട്ടയിലേക്കാണ്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസ്. അതിൽ 6ഓളം പ്രതികളാണ് ഉള്ളത്. അതിലിപ്പോൾ 4ാമത്തെ പ്രതിയും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നേരത്തെ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു പ്രതി പിടിയിലായത് റാന്നിയിൽ നിന്നാണ്. പ്രശോഭ് എന്നാണ് ഇയാളുടെ പേര്. ഇനി 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇവരൊക്കെ ഈ പരിസരത്തൊക്കെ നേരത്തെ അന്യ സംസ്ഥാനത്തേക്ക് കടന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 പേർക്കായുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. ശശിനാരായണൻ ചേരുകയാണ്. ശശിനാരായണൻ 4ാമത്തെ പ്രതി അല്ലേ? ഇയാളെ റാന്നിയിൽ നിന്ന് പിടിക്കുന്നു. ഒളിവിൽ കഴിയുകയായിരിക്കും സ്വാഭാവികമായി. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിലെ 4ാമത്തെ പ്രതിയെ കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റാന്നിയിൽ നിന്നാണ് പിടികൂടിയത്. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം 1ാം പ്രതി ഈ മരണസുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടറും, 2ാം പ്രതി ബർലിൻ ദാസ്, 3ാം പ്രതി വരുൺ കുമാർ, ഇപ്പോൾ 4ാമത്തെ പ്രതിയായ പ്രശോഭനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായാലും 4 പേരെയും
ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി പ്രതികളിലേക്ക് എത്താനുള്ള നടപടിയിലേക്ക് പോലീസ് അന്വേഷണം മാറിയത്. എന്തായാലും രണ്ടുപേരെ കൂടി ഈ കേസിൽ നിന്ന് കിട്ടാറുണ്ട്. ഈ രണ്ടുപേർ എവിടെ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ സൂചനയില്ല. നേരത്തെ ഇവർ സംസ്ഥാനം വിട്ടു എന്നുള്ള സൂചന ഉണ്ടെങ്കിലും അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രക്ഷോഭനെ റാന്നിയിൽ നിന്നും കിട്ടുന്നത്. എന്തായാലും മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഈ ചില സൂചനകൾ വെച്ചുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രതികളിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ പകൽ സമയത്ത് പോലും പട്ടാപ്പകൽ നഗരഹൃദയത്തിൽ നടന്ന ഒരു കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളെ ഈ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അത് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം തിരുവല്ലയിലെ പോലീസ് ഈ സ്പാ പോലുള്ള സെന്ററുകളുമായിട്ട് അടുത്ത ചില ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗുണ്ടകളുമായും അവിടുത്തെ സ്ഥിരം ഈ കാപ്പ കേസിലെ പ്രതിയാണ് ഈ സുബിൻ അലക്സാണ്ടർ. ആ കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചില ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ചില കാര്യങ്ങൾ വിമർശനം ഉയർന്നു. അതുകൊണ്ടാണ് ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് വൈകുന്നതെന്നുള്ള ആക്ഷേപം നിലനിന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം പൂർണ്ണമായിക്കൊണ്ട് എസ്.പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് DSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇനി ഈ 2 പേർ കൂടി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ശശി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം വലിയ ഗുണ്ടകളാണ്, കൊട്ടേഷനും മറ്റും ഏറ്റെടുത്ത് നടത്തുന്ന ഒരുപാട് ബന്ധങ്ങളുള്ള പോലീസുമായി കണക്ഷനുള്ള ഗുണ്ടകളാണ് ഇവർ. അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. പക്ഷേ അവസാനം പിടികൂടിയ 2 പ്രതികളും ഒരാൾ റാന്നിയിൽ നിന്നും ഒരാൾ എറണാകുളത്ത് ആലുവയിൽ നിന്നും ഒക്കെ പിടികൂടുന്ന പശ്ചാത്തലമാണ്. അപ്പോൾ മറ്റു 2 പേരും കേരളത്തിൽ തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ സംസ്ഥാനം വിട്ട് കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പ്രതികൾ 3 പേര് സംസ്ഥാനം വിട്ടെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ ഒരാൾ ഇപ്പോൾ ആ പ്രശാബ് അതിലുള്ള ഒരാളാണ് പ്രശാബിനെ റാന്നിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് 2 പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിൽ 6 പ്രതികളാണ് മുഴുവനുള്ളത്. അതിൽ ഇനിയും 2 പേര് കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്, അന്വേഷണത്തിന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമുണ്ട്. ഒപ്പം പരാതിക്കാരനും ഈ സായുടെ ഉടമ തന്നെ അത്തരമൊരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശത്തിൽ നിരീക്ഷണത്തിനുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം പോലീസും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുണ്ടകളും ഈ സ്പാ സെന്ററിലെ ആളുകളുമായിട്ടൊക്കെ ചില ആവശ്യത്തെ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാന കടമ. എന്തായാലും ആ ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 4 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും 2 പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. അവർ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പോലീസുണ്ട്. അതോ ഇനി വെളിയിൽ പോകുന്നറിയില്ല. പക്ഷെ ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രശോഭിൽ നിന്നും മറ്റ് വിവരങ്ങൾ വിവരങ്ങളിൽ പ്രശോഭൻ എന്താണ് സൂചന, ഈ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് പ്രശോഭൻ ചിലപ്പോൾ പക്ഷേ അറിയാമായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇനി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള 2 പ്രതികളെ കൂടി പിടിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. പോലീസ് ഉള്ളിൽ തന്നെ ആഭ്യന്തരപരമായ ഒരു അന്വേഷണം, ഈ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഒരു ആഭ്യന്തര അന്വേഷണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. രഞ്ജിത്തെ, ഏതായാലും 2 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. കേരളത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സ്പായിലെ കൂട്ട ബലാത്സംഗം. 2 പെൺകുട്ടികളെ, സ്പായിൽ ജോലി ചെയ്യുന്ന 2 ജീവനക്കാരെ ആക്രമിക്കുന്നു. അതിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയായി വന്നത്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മരണ സുബിൻ അവിടെ തിരുവല്ലയിലെ പ്രമുഖ ഗുണ്ടയാണ്. അയാളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളടക്കം 6 പേരാണ് പ്രതികളായിട്ടുള്ളത്. കൊട്ടേഷൻ ബന്ധം, പോലീസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, സ്പാ ഉടമ പറയുന്നത് തനിക്ക് കൊട്ടേഷൻ നൽകിയതാണ്, പോലീസ് പറഞ്ഞത് കള്ളക്കഥയാണ് എന്നാണ്. ഇതടക്കം ഒരുപാട് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ മാറേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരം അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പം പോലീസിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വലിയ തോതിൽ ഞെട്ടിപ്പിച്ച ഒരു സംഭവം. അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് അടക്കം സ്പാകളിൽ റെയ്ഡുകളും മറ്റും ആരംഭിച്ചിരിക്കുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന പല സ്പാകൾക്കെതിരെയും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത, കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന മസാജ് സ്പാകളുടെ മറവിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിരവധിയാണ്. സമീപകാലത്ത് ഉണ്ടായ സംഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ കേരളത്തിൽ ഒരു മസാജ് സ്പാ പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് വസ്തുത. ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കൃത്യമായ മാർഗരേഖ ഇല്ലാത്തതിനാൽ അധികൃതർക്ക് ഇടപെടൽ നടത്തുന്നതിന് പരിമിതികൾ നിരവധിയാണ്.
വിനോദസഞ്ചാര മേഖലയിലും അല്ലാതെയും കേരളത്തിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഹെയർ സ്പാ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. ബോഡി മസാജ് സേവനം നൽകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അംഗീകൃത തെറാപ്പി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ മേഖലയിൽ നിരവധി പേർ ജോലി ചെയ്യുന്നുമുണ്ട്. ഏതൊരു വ്യാപാര സ്ഥാപനം ആരംഭിക്കുമ്പോഴും ഉണ്ടായിരിക്കേണ്ട ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ IFTE&OS ലൈസൻസ് നിർബന്ധമാണ്. ആയുർവേദിക് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മസാജ് കിടത്തി ചികിത്സ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ ഡോക്ടറുടെ സേവനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിൻ്റെ വലിപ്പമനുസരിച്ച് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. ഇതിനൊപ്പം വാടക കെട്ടിടമാണെങ്കിൽ കെട്ടിട ഉടമയുടെ സമ്മതപത്രവും ഉണ്ടായിരിക്കണം. വ്യാപാര സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ എളുപ്പം ആരംഭിക്കാൻ കഴിയും. എന്നാൽ ഇവയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിയമനിർമ്മാണം ആവശ്യവുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വാസുവും ഇന്ന് ജയിൽ മോചിതനാകാനാണ് സാധ്യത. അതേസമയം തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് വിജിലൻസ് കോടതി പരിഗണിക്കും. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്, മറ്റ് ചില പ്രതികൾക്ക് നമുക്കറിയാം സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്ന മുരാരി ബാബു അടക്കമുള്ളവർ, പോറ്റി അടക്കമുള്ളവരുണ്ട്. 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതാണ് അതിന് കാരണമായി കോടതി പറഞ്ഞത്. സ്വാഭാവിക ജാമ്യം നൽകുകയായിരുന്നു. ഏതായാലും അത്തരമൊരു ആനുകൂല്യം ഒരുപക്ഷെ വാസുവിനും കിട്ടിയേക്കാം, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, N. വാസുവിന്റെ ജാമ്യ ഹർജിയിലാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി N. വാസു കൊല്ലം വിജിലൻസ് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന N. വാസു ശബരിമല സ്വർണ്ണക്കേസിൽ 3ാം പ്രതിയാണ്. സ്വർണം കൊണ്ടുപോകാൻ അനുമതി നൽകൽ, രേഖകളിൽ മാറ്റം വരുത്തൽ, വിവരം കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത തുടങ്ങിയ ഭരണപരമായ കാര്യങ്ങളിൽ N. വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളാണ് SIT കോടതിയിൽ നൽകിയിരുന്നത്. എന്നാൽ SIT കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതിഭാഗം ഇന്നലെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയും ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തിൽ വിവേചനം കാണിക്കാൻ പറ്റില്ല എന്നും ജാമ്യ ഹർജിയിൽ വിധി പറയുമെന്നും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹത്ത് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ മറ്റു പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം നൽകിയ കർശന ഉപാധികൾ വേണമെന്നാണ് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടത്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുറത്തിറങ്ങുന്ന 5ാമത്തെ വ്യക്തിയാകും N. വാസു. നമുക്കറിയാം, നേരത്തെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S. ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവർക്ക് കർശന ഉപാധികളോടെയായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ നവംബർ 11-നാണ് ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ N. വാസു കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലാകുന്നത്. അതേസമയം മറ്റൊരു പ്രതിയായ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവും സ്വാഭാവിക ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രതിയായ പത്മകുമാറാണ്. ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയത്. അതുപോലെ തന്നെ തന്ത്രിയും ജാമ്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു. 2 കേസിലും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അത് കോടതി കഴിഞ്ഞ ദിവസം വിശദമായി വാദം കേട്ടു. 18-ാം തീയതിയിലേക്ക് അതിന് വിധി പറയാനും മാറ്റിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും വാസുവിന് സ്വാഭാവിക ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരും. 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു പശ്ചാത്തലം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ജാമ്യം കിട്ടിയവർ മുരാരി ബാബുവിന് ഈ ആനുകൂല്യം കോടതി നൽകിയിരുന്നു. സ്വാഭാവിക ജാമ്യം കിട്ടി. രണ്ടാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യപ്രതിയാണ്. ഇയാൾക്കും ജാമ്യം കിട്ടുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ കോടതി ഇതിനെയൊന്നും ഹൈക്കോടതി, നമുക്കറിയാം ഹൈക്കോടതിയുടെ നേരിട്ടൊരു നിരീക്ഷണത്തിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതി ഇതിൽ അസ്വാഭാവികതയൊന്നും കാണുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത്. ജാമ്യം കിട്ടിയാലും കേസ് അവിടെയുണ്ട്. ഏത് സമയത്തും ചോദ്യം ചെയ്യാനും ഇവരെ അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം അന്വേഷണ സംഘത്തിന് ഉണ്ട്. അത് ആ തരത്തിൽ തന്നെ പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലയാള സിനിമാ വ്യവസായത്തിൽ പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. സാങ്കേതിക പ്രവർത്തകർ അവഗണിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കരാറിന് ശ്രമിക്കുകയാണ് സംഘടനകൾ. നിർമ്മാതാക്കളുടെ നിലപാടാണ് ഈ വിഷയത്തിൽ നിർണായകമാകുക. നമുക്കറിയാം, ബിജു മേനോനെ ചുറ്റിപ്പറ്റി ഉയർന്ന ഒരു വിവാദം, അത് B. ഉണ്ണികൃഷ്ണനാണ് ഈ വിവാദം പുറത്തു കൊണ്ടുവന്നത്. ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ അന്ന് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് ഓർക്കണം. കാരണം ബിജു മേനോൻ 2 സിനിമകളുടെ
പ്രമോഷന് ജിത്തു ജോസഫിൻ്റെ അടക്കം 2 സിനിമകളുടെ പ്രമോഷന് ബിജു മേനോൻ വന്നില്ല. അത് 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം നിർമ്മാതാക്കൾക്ക് സംഭവിപ്പിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ബി ഉണ്ണികൃഷ്ണനായിരുന്നു. നമുക്കറിയാം, സിനിമാ ലോകത്ത് ഈ നടന്മാരും സംഘടനകളും തമ്മിൽ മറ്റു സംഘടനകളുമൊക്കെ തമ്മിലുള്ള വിവാദം അല്ലെങ്കിൽ തർക്കങ്ങൾ ആദ്യമായല്ല. ഇപ്പോൾ ബിജു മേനോൻ കൂടി വിവാദത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കരാർ വ്യവസ്ഥകൾ താരങ്ങൾ ലംഘിക്കുന്നത് വ്യവസായത്തിന് വൻ തലവേദന സൃഷ്ടിക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ ഒപ്പം ഈ സംഘടനകളുടെയൊക്കെ വാദം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെക്നിക്കൽ ജീവനക്കാർക്ക്, സാങ്കേതിക ജീവനക്കാർക്കൊക്കെ പ്രതിഫലം വളരെ കുറവാണ്. 3 വർഷത്തിന് മുകളിലായി അവർക്ക് പ്രതിഫലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വർധനവൊക്കെ ഉണ്ടായിട്ട് ഇനിയും 3 വർഷം കൂടി ഈ വർധനവ് ഉണ്ടാവില്ല എന്നാണ് കരാർ. പക്ഷേ അവിടെയാണ് സംഘടനകൾ ഇടപെട്ട് ഒരു പുതിയ കരാറിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, സിനിമാ രംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തർക്കങ്ങൾ പതിവാണ്. നടന്മാരൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നതും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും നിർമ്മാതാക്കൾ മിണ്ടാറില്ല, കാരണം ഇവരുമായുള്ള ബന്ധം വഷളാക്കണ്ട എന്ന് കരുതി. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാവുകയാണ്. നേരിട്ട് ഈ വിഷയത്തിൽ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ. അത് ഏത് തലത്തിലേക്കാണ് ഈ തർക്കത്തെ എത്തിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ബിജു മേനോനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അത് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. അതായത്, നടന്ന സംഭവം എന്ന കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു ചാനലിൽ ഒരു 1.5 മണിക്കൂർ മാത്രമാണ് അതിലൊരു അതിഥിയായി എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. കാരണം അത് സാറ്റലൈറ്റിന്റെ അടക്കം അങ്ങനെ ഒരു അനുമതി, സാറ്റലൈറ്റിൻ്റെ അടക്കം ഈ ചാനലിലേക്ക് ആ സിനിമ എത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ചില കരാറിലൊക്കെ നടന്മാർ ഒപ്പിടേണ്ടതുണ്ട്. അത് നേരത്തെ മുതലുള്ളതാണ്. അങ്ങനെ കരാർ ഒപ്പിട്ട് തന്നെയാണ് പല ചാനലുകളുടെ പ്രോഗ്രാമുകളിലും ഈ അതിഥിയായി നടന്മാരോ നടിമാരോ ഒക്കെ എത്തുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഈ സിനിമയുടെ ഭാഗമായിട്ടും സിനിമ റിലീസായതിനു ശേഷം 2 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയം ഈ ബിജു മേനോന്റെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തിൽ 1.5 മണിക്കൂർ മാത്രം ആ പ്രോഗ്രാമിൽ, ആ ചാനലിലെ പ്രോഗ്രാമിന് ഒന്ന് അതിഥിയായി എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കരാറിൽ ഒപ്പിട്ടത് കൂടിയാണ് ബിജു മേനോൻ. അങ്ങനെ ഒരു തന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നടനുണ്ട് എന്നത് എഴുതി ഒപ്പിട്ടതിന് ശേഷമായിരുന്നു അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിച്ചപ്പോൾ ബിജു മേനോൻ എത്തിയില്ല എന്നാണ് നിർമ്മാതാവ് ഫെഫ്കയ്ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്ന് 25 ലക്ഷം രൂപയാണ് നിർമ്മാതാവിന് നഷ്ടമായത്. ഇതിനെ തുടർന്ന് പരാതി നൽകി പലതവണ വ്യക്തിപരമായി നിർമ്മാതാവിന് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് ബിജു മേനോൻ, തന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എന്നിട്ടാണ് തനിക്ക് ഇത്രയും വലിയ നഷ്ടം ബിജു മേനോൻ ഈ ഫെഫ്കയ്ക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരും ഫെഫ്കയും ബിജു മേനോനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ബിജു മേനോൻ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയില്ല. ഇതാണ് പിന്നീട് ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ പ്രമോഷനും സമാനമായുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ബിജു മേനോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ വലിയ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, സാങ്കേതിക പ്രവർത്തകരുടെ വേതന വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നിർമ്മാതാക്കൾക്കാണ് ആ ഒരു വേതന വർധനവിൽ പല ആശങ്കകളും ഉന്നയിക്കുന്നത്. കാരണം നമുക്കറിയാം, സാങ്കേതിക പ്രവർത്തകർക്ക് അത്രയേറെ ആളുകളുള്ള ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഉണ്ടാകില്ല. ഈ സാങ്കേതിക പ്രവർത്തകർ, പ്രത്യേകിച്ച് ഒരു സിനിമയെ സംബന്ധിച്ച് ആ സിനിമയുടെ ഭാഗമായിട്ട് ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു തന്നെ വരും. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ സാങ്കേതിക പ്രവർത്തകരുടെ ഈ വേതന സംബന്ധിച്ച് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരേക്കും ഒരു സമന്വയത്തിൽ എത്തിയില്ല. അതിനിടയിലാണ് നടന്മാർ ഇത്തരത്തിൽ കൂടിയ പ്രതിഫലം വാങ്ങുകയും കരാർ പ്രകാരമുള്ള പ്രമോഷനുകളിലോ അല്ലെങ്കിൽ മറ്റ് സിനിമയുടെ വിജയാഘോഷങ്ങൾക്കോ ഒന്നും പങ്കെടുക്കാത്തൊരു സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കൂടിയാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ യൂണിയൻ ഈ ആളുകളുടെ, അതായത് സാങ്കേതിക പ്രവർത്തകരുടെ കാര്യത്തിൽ എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ വേതന വർദ്ധിപ്പിക്കുന്നതിൽ എടുക്കുന്ന ഒരു എതിർപ്പ്, എന്തുകൊണ്ടാണ് ഈ നടീനടന്മാർ സാലറി വർദ്ധിപ്പിക്കുമ്പോൾ, അവരുടെ വേതനം ഇങ്ങനെ കോടികളും ലക്ഷങ്ങളുമാക്കി വർദ്ധിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിലൊരു തടയിടാത്തതെന്ന് കൂടി ബി ഉണ്ണികൃഷ്ണൻ നിർമ്മാതാക്കളോട് ചോദിച്ചിരുന്നു. എന്തായാലും ബിജു മേനോനുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങനെ നിൽക്കുകയാണ്. ഈ നിർമ്മാതാവുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം നിയമ നടപടികളുമായി, അതായത് പോലീസിലടക്കം പരാതി
നൽകുവാനുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം 25 ലക്ഷം രൂപയാണ് തനിക്ക് വലിയ നഷ്ടമാണ് ബിജു മേനോൻ കാരണം ഉണ്ടായത്. ഇനിയും ആ തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാവ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാങ്കേതിക പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ഈ സംഘടന FEFCA എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷം നൽകുന്നതാണ്. 16 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറായി കുറച്ചിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇനി അവർക്ക് ജോലി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഓവർ ടൈം പണിയെടുത്താൽ, അതായത് രാത്രി ഏറെ സമയം പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വേതനം നൽകണം എന്നുള്ളൊരു നിർദ്ദേശത്തിൽ കൂടി ഈ ഡയറക്ടേഴ്സും നിർമ്മാതാക്കളും ചേർന്നുള്ള സംഘടന അത്തരത്തിലുള്ളൊരു കരാറിൽ അവർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് ഉച്ചഭക്ഷണത്തിന്, അതായത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ഇവർക്ക് വിശ്രമം അത് നൽകിയേ മതിയാകൂ എന്നൊരു തീരുമാനം കൂടിയാണ് ഈ കരാറിലുള്ളത്. അതോടൊപ്പം തന്നെ പുതിയൊരു കരാറിലേക്ക് അവർ അതിലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നുണ്ട്. അതിലൊന്ന് ഈ സാങ്കേതിക പ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, നിർമ്മാതാക്കൾ, സംവിധായകർ, അതോടൊപ്പം തന്നെ നടീനടന്മാർ, ഇവർ 4 പേരും ചേർന്നുള്ള ഒരു കരാർ. അതായത് ഈ കൃത്യസമയത്ത് ഷൂട്ട് തുടങ്ങുന്നതിലും അവസാനിപ്പിക്കുന്നതിലും നടീനടന്മാർക്കും വലിയൊരു പങ്കുണ്ട്. അത് ബി ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ നടീനടന്മാരെ വിമർശിച്ചിട്ടുണ്ട്. പല നടന്മാരും നടിമാരും വൈകിയാണ് സെറ്റുകളിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രവർത്തകർ ഇരട്ടി പണിയെടുക്കേണ്ട അവർ രാവിലെ 6 മണിക്കൊക്കെ വന്നിരിക്കുമ്പോൾ നടീനടന്മാർ അവർക്ക് തോന്നിയതുപോലെ 10-11 മണിക്കൊക്കെയാണ് വന്നത്. അത് സെറ്റിനെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഷൂട്ട് നീണ്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നടീനടന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കരാറിലേക്ക് അവർ നീങ്ങുകയാണ്. അതിൽ കൃത്യസമയത്ത് തന്നെ നടീനടന്മാർ ഷൂട്ടിനെത്തണം എന്നൊരു നിർദ്ദേശമായിരിക്കും അതിലുണ്ടാകുക. ഒപ്പം ഇവരുടെ വേതനം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് വേണ്ടി അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് കൂടി നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ അതും പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഒരു യുവനടി അവരുടെ വേതനം ചോദിക്കുന്നത് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. 1-2 സിനിമയിൽ അഭിനയിച്ച ശേഷം ലക്ഷങ്ങൾ ചോദിക്കുന്ന നടിമാരുണ്ട്. ഇത് ഇവരോട് ഈ പൈസ കുറയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും നടന്മാരെയോ സമീപിച്ചോളൂ എന്നൊരു രീതിയിലേക്ക് അവർ വരുന്നതും ഈ മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് ഇൻഡസ്ട്രി അല്ല, ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. അതിനെ തകർക്കുന്ന നിലപാട് പല നടന്മാരും എടുക്കുന്നത് ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുകൂടിയാണ് നിർമ്മാതാക്കളും ഈ സംവിധായകരും പറയുന്നത്. എന്തായാലും സാങ്കേതിക പ്രവർത്തകരെ ഒപ്പം നിർത്തുക, അല്ലെങ്കിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങളിലേക്ക് കൂടി ഒരു ചുവടെന്ന രീതിയിലേക്ക് ഈ FEFCA കടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ബിജു മേനോനെതിരായിട്ടുള്ളതും അല്ലെങ്കിൽ നടന്മാർക്കെതിരായിട്ടുള്ള രൂക്ഷ വിമർശനം കൂടി ആ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഈ ഒപ്പം നവമി, ഈ ബിജു മേനോനുമായി ബന്ധപ്പെട്ട വിവാദം അതിന്റെ തലങ്ങൾ മാറുന്നു. കാരണം ഇന്നലെ അനൂപ് മേനോനൊക്കെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ബിജു മേനോനെ ന്യായീകരിച്ച് ചില പരാമർശങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരു വാർത്താ സമ്മേളനമല്ല, ഒരു സിനിമാ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ബിജു മേനോന് അനുകൂലമായ ചില നടന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഈ കൃത്യമായി പ്രൊമോഷൻ്റെ സമയം എപ്പോഴാണ് എന്ന് അറിയിക്കില്ല. ആ സമയത്തൊക്കെ ഇവർ വേറെ ഏതെങ്കിലും ഷൂട്ടിലും മറ്റുമായിരിക്കും. അപ്പോൾ അനുരഞ്ജനത്തിലൂടെ ഈ വിഷയങ്ങൾ പരിഹരിക്കണം, സൗഹൃദത്തിൻ്റെ പുറത്ത് പരിഹരിക്കണം, വിവാദം സൃഷ്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുകയാണ് അനൂപ് മേനോനെ പോലെയുള്ളവർ. ഒപ്പം ബിജു മേനോൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ കൃത്യമായി പുറത്തു വന്നിട്ടുമില്ല. അങ്ങനെ ഒരു 2 തലത്തിൽ ഈ വിഷയത്തെ കാണുന്നവരുമുണ്ടല്ലോ സിനിമയിൽ. രഞ്ജിത്ത്, നമ്മൾ നിർമ്മാതാവിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. കാരണം ബിജു മേനോന് മറ്റ് പല സിനിമകളുമുണ്ട്. തമിഴിലടക്കം സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയം കൂടി ആരാഞ്ഞിരുന്നു എന്നൊരു ചോദ്യത്തിന് നിർമ്മാതാവ് പറഞ്ഞത് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി, കാരണം അത് ഒറ്റയ്ക്കായിരിക്കില്ല, ഒരുപാട് ആ സിനിമയിലെ തന്നെ അണിയറ പ്രവർത്തകരെ എല്ലാവരെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം അവർ തീരുമാനിക്കുക. അങ്ങനെ എല്ലാ നടന്മാരോടും അതുമായി ബന്ധപ്പെട്ട അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു തീയതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അതായത് ഈ ബിജു മേനോനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള അത് ബിജു മേനോൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയവും തീയതിയും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് സിനിമ റിലീസ് കഴിഞ്ഞതിന് ശേഷം 2 മാസത്തിനുള്ളിൽ മാത്രം മതിയാകും അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി എത്തുന്നത്. അതുപോലും ചോദിച്ചിട്ട് ബിജു മേനോൻ പ്രതികരിക്കാൻ
തയ്യാറായില്ല. പല ആവർത്തി തങ്ങൾ വിളിച്ചു. ബിജു മേനോന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ദിവസം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും സമയം പറയുക, അത് ആ ചാനലിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ചാനലിലെ പ്രോഗ്രാം ഷൂട്ടുമായി ബന്ധപ്പെട്ട് അതിലായിരിക്കും ബിജു മേനോൻ പങ്കെടുക്കേണ്ടത് അതിഥിയായി. പക്ഷെ അതിന് പോലും ബിജു മേനോൻ തയ്യാറായില്ല എന്നാണ് ഈ നിർമ്മാതാവ് പറഞ്ഞത്. അതേ മറ്റൊരു സിനിമയിലും താരം ഇതുപോലെ ഉള്ളൊരു പ്രൊമോഷനിൽ എത്താത്ത രീതിയിലേക്ക് പോലും എത്തി. അങ്ങനെ ബിജു മേനോൻ ഇത്തരത്തിൽ 2 പടങ്ങളിലാണ് പ്രൊമോഷന്റെ ഭാഗമായി കരാർ പ്രകാരമുള്ള പ്രൊമോഷന്റെ ഭാഗമായി പങ്കെടുക്കാത്തത്. അതിനെ തുടർന്ന് തനിക്ക് വലിയ നഷ്ടമുണ്ടായി എന്നാണ് നിർമ്മാതാവും പറയുന്നത്. അതിനപ്പുറത്തേക്ക് നിർമ്മാതാവ് പറയുന്നത് ബിജു മേനോൻ തന്റെ അടുത്ത സുഹൃത്താണ് എന്നിട്ട് കൂടിയാണ് തനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം തരികയോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല എന്നുകൂടി നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ വിവാദം സിനിമാ ലോകത്ത് 2 തട്ടിലേക്ക് സിനിമാ ലോകത്തെ തിരിക്കുന്നുണ്ട്. ഒപ്പം ബിജുമേനെതിരെ നിർമ്മാതാക്കളടക്കം രംഗത്ത് വന്നിരിക്കുന്നു. ബിജുമേനൻ്റെ അടക്കം പ്രതികരണം ഈ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ്. 24 മണിക്കൂർ നീളുന്ന പണിമുടക്കാണ്. പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുള്ളത്. മോളുകൾ തുറക്കില്ല. ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ KSRTC സർവീസ് മുടങ്ങും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. നവമി തുടരുന്നുണ്ട്. നവമി അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താലിൻ്റെ പ്രതീതി സൃഷ്ടിക്കും, സംശയമില്ല. കാരണം നമുക്കറിയാം പണിമുടക്കുകളോട് കേരളത്തിൻ്റെ ഒരു സമീപനം അങ്ങനെയാണ്. വാഹനങ്ങൾ ഓടില്ല, സ്കൂളുകൾ പ്രവർത്തിക്കില്ല, കടകമ്പോളങ്ങൾ തുറക്കില്ല. ഇത്തവണ മോളുകൾ കൂടി അടപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഇന്ന് രാത്രി 12 മണി മുതലാണ് ഇത് ആരംഭിക്കുക, പണിമുടക്ക് ആരംഭിക്കുക. നാളെ രാത്രി 12 വരെയായിരിക്കും പണിമുടക്ക് നടക്കുക. എന്തായാലും യൂണിയനുകൾ പറയുന്നത് എല്ലാ മേഖലകളും, അതായത് കേരളം സ്തംഭിക്കുന്ന ഒരു രീതിയിലേക്ക്, അവശ്യ സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സ്തംഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പണിമുടക്കായിരിക്കും ഉണ്ടാകുക എന്നതാണ്. എന്തായാലും കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുക. എന്തായാലും ഷോപ്പിംഗ് മാളുകൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് തുടങ്ങിയ അത്യാവശ്യ സർവീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഈ പണിമുടക്കിന്റെ ഭാഗമാകും. വ്യവസായ, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ പൂർണ്ണമായും 24 മണിക്കൂർ സ്തംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിനെ ഇതിനോടകം തന്നെ പിന്തുണച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും, അധ്യാപക സംഘടനകൾ, ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖം, വ്യോമയാന രംഗത്തെ ജീവനക്കാർ, അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. ബസ് ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ ഇവരെല്ലാവരും തന്നെ ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ ഷോപ്പിംഗ് മാളുകളും അടച്ചിടണമെന്നൊരു ആവശ്യം കൂടിയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നാളെ ഷോപ്പിംഗ് മാളുകളും അടച്ചിടാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം IT, ചെറുകിട വ്യവസായ, സ്വകാര്യ മേഖല, പൊതുമേഖലാ വ്യവസായം, ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തൊഴിലാളികൾ, തുറമുഖ തൊഴിലാളികൾ, തോട്ടം മേഖല, ഇലക്ട്രിസിറ്റി, പ്രതിരോധം ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ കേരള സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള പണിമുടക്കുകളെ പിന്തുണയ്ക്കില്ല എന്നാണ് കേരള NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പൂർണ്ണമായും കേരളം സ്തംഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രഞ്ജിത്ത്. കാരണം എല്ലാ തൊഴിലാളി യൂണിയനുകളും ഇതിനോടകം തന്നെ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ നാളെ തുറക്കാനുള്ളൊരു സാധ്യതയില്ല. ബസ്സുകളൊന്നും നിരത്തിലിറങ്ങില്ല. സ്വാഭാവികമായും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ അവധി നൽകിയിരിക്കുകയാണ് രഞ്ജിത്ത്.
നാളെയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ ബുധൻ ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ 24 മണിക്കൂർ നീളുന്ന പണിമുടക്ക് അക്ഷരാർത്ഥത്തിൽ കേരളം സംഭവിക്കും. സംശയമില്ല, എല്ലാ മേഖലകളും അടഞ്ഞുകിടക്കും. അഖിലേന്ത്യാ പണിമുടക്കാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേരളത്തിൽ ഇത്തരം പണിമുടക്കുകളുടെ അവസ്ഥ നമുക്കറിയാം. അത് പൂർണ്ണമായും ജനത്തെ നമ്മളെയൊക്കെ വീട്ടിലിരുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. നവമി ദിനേശാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തവണ ലോക്സഭാ നടപടികൾ സ്തംഭിച്ച അവസ്ഥയിലാണ്. അസാധാരണമായ പല സംഭവവികാസങ്ങളും ഇരുസഭകളിലും ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. സ്പീക്കർക്കെതിരെ അവിശ്വാസ നോട്ടീസ് എന്ന് പറയുന്നത് അനിതസാധാരണമായ സാഹചര്യത്തിൽ മാത്രമാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇത്തവണ അതും ഉണ്ടായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് സഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. പ്രമേയത്തിന്മേലുള്ള തീരുമാനം വരുന്നതുവരെ സ്പീക്കർ സഭയിലെത്തില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ, അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ചയാണ് അവസാനിക്കുന്നത്. ബജറ്റ് ചർച്ച ഇന്നും ലോക്സഭയിൽ തുടരും. ഒരുപക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിച്ചേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ലോക്സഭാ സമ്മേളനമാണ് ഇപ്പോൾ വെള്ളിയാഴ്ചയോടെ അവസാനിക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, പ്രതിപക്ഷത്തിൻ്റെ വല്ലാത്തൊരു വർദ്ധിച്ച വീര്യം നമ്മൾ കണ്ടു. ഭരണപക്ഷം പലപ്പോഴും പ്രതിരോധത്തിലാകുന്നത് കണ്ടു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോലും സഭയിൽ പ്രസംഗിക്കാതെ മടങ്ങുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. പക്ഷേ പ്രതിപക്ഷം ഒട്ടും പുറകോട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് നീക്കങ്ങൾ? അതാണ് രഞ്ജിത്ത്. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അസാധാരണ നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഇതാണിപ്പോൾ ഡൽഹിയിലെ സജീവ ചർച്ചാ വിഷയം തന്നെയും. അവിശ്വാസ നോട്ടീസിലൂടെ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ പോരും രൂക്ഷമാണ്. 118 അംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാറിന് നൽകിയത്. ഇതിൽ തൃണമൂൽ എംപിമാർ ഇല്ല. പ്രമേയത്തിൽ തീരുമാനമാകും വരെ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സ്പീക്കറുടെ തീരുമാനം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലും പാർലമെന്റിൽ എത്തുന്നുണ്ടെങ്കിലും സഭയിലേക്ക് എത്തിയിരുന്നില്ല. ധാർമ്മികത കണക്കിലെടുത്താണ് അദ്ദേഹം മാറി നിൽക്കുന്നതെന്നാണ് വിശദീകരണം. നോട്ടീസ് പരിശോധിച്ച നടപടി സ്വീകരിക്കാൻ സ്പീക്കർ സെക്രട്ടറി ജനറലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം ലോക്സഭാ സെക്രട്ടറി ജനറൽ നോട്ടീസിൽ നിയമോപദേശം തേടും. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പല അവസരങ്ങളിലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് സ്പീക്കർക്കെതിരായ പ്രധാന വിമർശനം. സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിൽ എത്തില്ല. അവിശ്വാസ നോട്ടീസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. സ്പീക്കർക്കെതിരായ നോട്ടീസ് അതേസമയം മാർച്ച് 9-നാകും പരിഗണിക്കുക. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് 9-നാണ് തുടങ്ങുന്നത്. അന്നാകും ഈ അവിശ്വാസ പ്രമേയം പരിഗണിക്കുക. ഈ സ്പീക്കർക്കെതിരായ അസാധാരണ നീക്കത്തിലേക്ക് നയിച്ചത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകിയിരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. പ്രധാനമന്ത്രിയെ വനിതാ എംപിമാർ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ വിശദീകരണം നൽകാൻ അവസരം നിഷേധിച്ചുവെന്നും സഭയിൽ പ്രതിഷേധിച്ച 8 പ്രതിപക്ഷ എംപിമാരെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കുന്നതുവരെ, അതായത് രണ്ടാം ഘട്ടം ഏപ്രിൽ 13 വരെയാണുള്ളത്, അതുവരെ സസ്പെൻഡ് ചെയ്തതും പ്രതിപക്ഷത്തെ ചൂണ്ടിപ്പിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൂടിയാണ് അവിശ്വാസ നീക്കം. സ്പീക്കറുടെ വസതിക്ക് മുന്നിൽ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ് നടപടി. സ്പീക്കർ പാർലമെന്റിൽ എത്തുന്നുണ്ട്, പക്ഷേ സഭയിലേക്ക് എത്തില്ല. ഇന്നലെ ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുത്തിരുന്നു. അത് ഇന്ത്യ സഖ്യത്തിലെ ധാരണ പ്രകാരമായിരുന്നു പങ്കെടുത്തത്. ചട്ടപ്രകാരം നോട്ടീസ് ലഭിച്ചാൽ 14 ദിവസത്തിന് ശേഷമാണ് സ്പീക്കർ സഭയിൽ ഇക്കാര്യം പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. നോട്ടീസ് നിലനിൽക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാർച്ച് 9-ന് തന്നെ നോട്ടീസ് പരിഗണിക്കണമെന്നാണ് സ്പീക്കറുടെയും നിലപാട്. അപ്പോൾ സ്പീക്കർക്കും നിലപാട് പറയാനാകും. അതിനിടയിൽ ചർച്ച നടത്തി നോട്ടീസ് പിൻവലിക്കാനുള്ള അവസരവും ഉണ്ടാവും. തൽക്കാലം ഈ ഒരു അവിശ്വാസ നോട്ടീസ് നിലനിൽക്കാൻ ചർച്ചയ്ക്ക് തന്നെയാണ് സാധ്യത. ഇത് രഞ്ജിത്ത്. പാർവതി, ഒപ്പം ഈ ഭരണപക്ഷം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അനുരഞ്ജന ചർച്ചകൾ പല തലങ്ങളിൽ നടന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അതിൽ ഏതാണ്ട് പ്രതിപക്ഷം വഴങ്ങിയതുമാണ്. പക്ഷെ അപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അവിശ്വാസവുമായി. അത് ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിൻ്റെ നീക്കം എന്നുള്ളതും പ്രധാനമാണല്ലോ. അതാണ് രഞ്ജിത്ത്. ഇതിൽ ഈ ഒരു നോട്ടീസിൽ ചർച്ച നടത്തി വേണമെങ്കിൽ ഇതിൽ ഒത്തുതീർപ്പിലെത്തുകയോ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മാർച്ച് 9-നാണ് നമുക്കറിയാം
അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. അതുവരെ അതിനിടയ്ക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ചർച്ച നടത്താനുള്ള അവസരവും ഉണ്ടാകും. തൽക്കാലം അതിനുള്ള തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും ഈ ചർച്ച ഈ അവിശ്വാസ പ്രമേയം നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. തീർച്ചയായും അതാണ് സാഹചര്യം. അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോട് ഭരണപക്ഷം ഒരു കോംപ്രമൈസിനുള്ള ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതകൾ തുലവും വിരളമാണ് എന്നുള്ളതാണ്. ശക്തമായി തന്നെ പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം ടേം, അതായത് 10-11 വർഷത്തെ കാലയളവിൽ ഇത്ര ശക്തമായി പ്രതിപക്ഷം ഒരു ലോക്സഭാ സമ്മേളനത്തിൽ, ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ നീങ്ങുന്നതും ആദ്യമായി ആയിരിക്കാം. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ചൊടിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഒരു പിടി ആയുധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്നതും പ്രധാനമാണ്. നരവനയുടെ ബുക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ട്. എപ്സ്റ്റീൻ ഫയൽസുമായിട്ടുള്ള വിവാദങ്ങൾ മോദിയുമായി ബന്ധപ്പെട്ടുണ്ട്. അമേരിക്ക കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിടി ആയുധങ്ങളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. അത് കൃത്യമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ഭരണപക്ഷത്തെ ഒരു വലിയ പരിധി വരെ അമ്പരപ്പിക്കാനും പ്രതിപക്ഷത്തിൻ്റെ ശക്തിക്കും കൂട്ടായ്മയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യ ചില്ലറ ഞെട്ടലല്ല ചിന്നു പാപ്പുവിൻ്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത്. കാസർഗോഡൻ ഭാഷയിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച, ഒരുപാട് ഫോളോവേഴ്സ് സൃഷ്ടിച്ച ഒരാൾ കൂടിയായിരുന്നു ചിന്നു പാപ്പു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആത്മവിശ്വാസത്തിൻ്റെ നിറകുടമായി കാണുന്ന പല ആളുകളും, ഇപ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് റോയിയുടെ ഉദാഹരണമായി എടുത്താൽ, ഇപ്പോൾ ചിന്നു പാപ്പുവിൻ്റെയൊക്കെ വീഡിയോ കണ്ടാൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ആത്മഹത്യയിലേക്ക് അവരൊക്കെ അഭയം പ്രാപിക്കുന്ന പശ്ചാത്തലമാണ്. അത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഗ്രീഷ്മയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ നിർണായക വിവരങ്ങൾ കിട്ടി. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം ഇയാളെ വിട്ടയച്ചു. ഈ ഗ്രീഷ്മ എന്ന ചിന്നു പാപ്പുവിൻ്റെ ഫോണും വിശദമായ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇന്നലെ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അവർ വിവാഹിതയായിരുന്നു. അതിനുശേഷം ഭർത്താവുമായി അകന്ന് ആൺ സുഹൃത്തിനൊപ്പം താമസമായിരുന്നു. അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. ഒരാഴ്ചയായി നീളുന്ന തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇതൊക്കെ ആ കുട്ടിയെ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാവാം. അത് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുമുണ്ടാകാം. മറ്റു കാരണങ്ങളൊന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ലല്ലോ, അല്ലേ? രഞ്ജിത, അങ്ങനെ തന്നെയാണ്. അതായത് ഇവരുടെ ജീവിതത്തിലുണ്ടായ താളം തെറ്റിയ ഒരുപാട് കാര്യങ്ങൾ, അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വലിയ ദുരൂഹത ഉയർത്തിയ ഒരു സംഭവമാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. അതായത് ആദ്യ വിവാഹം, അത് വേർപെട്ടതിലുള്ള മനോവിഷമം ഈ ഗ്രീഷ്മയ്ക്ക് കൂടുതലായി ഉണ്ടായിരുന്നു. അയാൾ മറ്റൊരു വിവാഹിതയായ ഒരു യുവതിക്കൊപ്പം ഒളിച്ചോട്ടം നടത്തുകയും അവരെ കൂടെ ജീവിക്കുന്നതും ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. അത് പുറത്ത് കാണിക്കാതെ പിന്നെയും ഇത്തരത്തിലുള്ള വ്ളോഗുമായി മുന്നോട്ട് പോവുകയും ഒരു ആൺ സുഹൃത്തിനെ കണ്ടെത്തുകയും ആ സുഹൃത്തിനെ താമസിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അയൽവാസിയായ ഒരു യുവാവുമായി അടുപ്പത്തിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വ്യക്തിപരമായി ഒരുപക്ഷെ നമുക്ക് പോലീസ് തന്നെ അത് പറയുന്നുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളാണ്, കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ പുറത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിന്നുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആൺ സുഹൃത്തിനെ വിശദമായി മൊഴി രേഖപ്പെടുത്തി. അതിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആൺ സുഹൃത്തിനെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. അവരുടെ രക്ഷിതാക്കൾക്കൊപ്പമാണ് ഈ ആൺ സുഹൃത്തിനെ വിട്ടയച്ചത്. തികച്ചും മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു. അതുമാത്രമല്ല, ഇത് വീട്ടുകാരെയോ അത് സുഹൃത്തുക്കളെയോ ഒന്നും ഈ ഗ്രീഷ്മ അറിയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വഴി അവർക്ക് തെരഞ്ഞെടുക്കേണ്ടി വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് ഈ കാര്യത്തിൽ, ഗ്രീഷ്മയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു സെക്കൻഡിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതോടുകൂടിയാണ് ഇതിലൊരു അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. മറ്റേതെങ്കിലും വശങ്ങൾ ഉണ്ടോ എന്നത് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു.
ആ ഭർത്താവ് നഷ്ടപ്പെട്ടതും അതോടൊപ്പം പുതിയ ജീവിതം തിരഞ്ഞെടുക്കാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം കൂടി താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. പക്ഷേ ഇതൊന്നും വ്ളോഗിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ വീട്ടുകാരെയോ ഒന്നും ചിന്നു അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആത്മഹത്യ എന്നൊരു വഴി ചിന്നു തിരഞ്ഞെടുക്കുകയായിരുന്നു. അസ്വാഭാവികമായി ഒന്നും തന്നെ പോലീസിന് ഇതിൽ ഇപ്പോൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തികച്ചും വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പങ്കുവെക്കാൻ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് തന്നെ നമുക്കും അത് പങ്കുവെക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത്തരം വ്യക്തിപരമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ ചിന്നു ഒടുവിൽ ആത്മഹത്യ വഴി തെരഞ്ഞെടുക്കുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും പരിശോധന സംബന്ധിച്ച അന്വേഷണം തുടരും. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഗ്രീഷ്മയുടെ ഫോണും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നത് പോലീസ് തള്ളിക്കളയുന്നില്ല. അത് ഇപ്പോഴും അന്വേഷണ പരിധിയിലാണെന്ന് പറയുന്നു. നിലവിൽ ഈ ആൺസുഹൃത്തിന് ഈ ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന തരത്തിലാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഫോൺ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയത്. ആ ഫോൺ കൂടി പരിശോധിച്ചാൽ പോലീസിന് അതൊരു നിഗമനത്തിലെത്താൻ സാധിക്കും. നിലവിൽ ഇത് ഈ ഒരു മനോവിഷമത്തിലുണ്ടായ ഒരു ആത്മഹത്യയാണ്. പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടലോ അതല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുന്ന രീതിയിലുള്ള നിലയിലേക്കോ ഇതുവരെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സാമൂഹ്യ മാധ്യമ ഉപയോഗം കുട്ടികൾക്ക് ഒരു വില്ലനായി മാറുന്നു. സുരക്ഷിത ഇന്റർനെറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി പുറത്തുവന്ന ചില കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. അജയ് സുധാ ബിജുവിന്റെ എക്സ്പ്ലെയിനർ കാണാം. ഒടുവിൽ രക്ഷകർത്താക്കളുടെ പ്രാർത്ഥന സർക്കാർ കേട്ടു. വിദ്യാർത്ഥികളിലെ ഇന്റർനെറ്റ് ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിനായി ഡോക്ടർ കെ വാസുകി അധ്യക്ഷയായ 5 അംഗ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വർത്തമാനകാലം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒന്നായി കുട്ടികൾക്കിടയിലെ ഡിജിറ്റൽ അഡിക്ഷൻ മാറിയിട്ടുണ്ട്. ലോകം മുഴുവൻ നിർമ്മിത ബുദ്ധിയും മറ്റ് മേഖലകളും വിസ്ഫോടനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഗൗരവമേറിയ പഠനത്തിനും തുടർന്ന് വേണമെങ്കിൽ നിയമനിർമ്മാണത്തിലേക്കും പോകണോ എന്ന് നാം ആലോചിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതികളും ചില സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തെ ഗൗരവമായി സമീപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. ഈ വിഷയവും കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി അധ്യക്ഷയായി 5 അംഗ സമിതിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഇത് കാണുമ്പോൾ ചിലരെങ്കിലും പറയും, ഇതേ വിദ്യാഭ്യാസ വകുപ്പല്ലേ മുൻപ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചതെന്ന്. അതെ, ശരിയാണ്. ഇന്നും പല അധ്യാപകരും ഹോംവർക്ക് വരെ ഓൺലൈനായിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. ഓരോ ക്ലാസ്സിനും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകളും ഓൺലൈൻ വഴി എക്സ്ട്രാ ക്ലാസ്സുമെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അധികമായാൽ അമൃതം വിഷമാണെന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ലോകം ഒരു പാമ്പാണ്. ഒരേ സമയം നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് സംരക്ഷിക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും അതിന് സാധിക്കും. അതിൻ്റെ നല്ല ഉപയോഗം കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുമെങ്കിൽ ഒരു തെറ്റ് അവരുടെ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. ചിലപ്പോൾ ആജീവനാന്തമുള്ള ട്രോമയിലേക്ക് വരെ അവരെ കൊണ്ടുചെന്നെത്തിക്കാം. സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനാചരണത്തിൻ്റെ ഭാഗമായി ലോക്കൽ സർക്കിൾസ് ഇന്ത്യയിലെ 302 ജില്ലകളിൽ നടത്തിയ ചില സർവേ ഫലങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 89,000 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. ഇതിൽ 54% പേരും തങ്ങളുടെ മക്കൾ സാമൂഹിക മാധ്യമത്തിൽ അനുചിതമായ ഉള്ളടക്കങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഒരുപക്ഷെ പോൺ വീഡിയോകളാകാം, അല്ലെങ്കിൽ വയലൻ്റ് ദൃശ്യങ്ങളാകാം, അതുമല്ലെങ്കിൽ അസഭ്യ സംഭാഷണങ്ങളടങ്ങിയ റീലുകളോ ചാറ്റുകളോ, എന്തിന് വീഡിയോ കോൾ വരെയാകാം. ഈ സർവേയിൽ പങ്കെടുത്ത 18,264 പേരും ഒന്നിലധികം ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കണക്കുകൾ പ്രകാരം 46% കുട്ടികൾ ഓൺലൈനായി ട്രോളുകളും കളിയാക്കലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു 46% പേരുടെ ദൃശ്യങ്ങളും ഫോട്ടോകളും AI ഉപയോഗിച്ച് മോർഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 39% പേർക്ക് അപരിചിതരിൽ നിന്ന് മോശം മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട്. 33% പേർക്ക് ഭീഷണി മെസ്സേജുകളോ ഇമെയിൽ സന്ദേശങ്ങളോ ലഭിച്ചിട്ടുണ്ട്. 26% കുട്ടികൾക്ക് ഓൺലൈൻ പറ്റിപ്പ് സംഘങ്ങളുടെ പിടിയിലകപ്പെട്ട അനുഭവമുണ്ട്. 26% പേർ മാത്രമാണ് ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത്. 13% പേർ പ്രതികരിച്ചിട്ടില്ല.
സർവേയിൽ പങ്കെടുത്തതിൽ 75% പേരുടെയും മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 52% പേരിലും വില്ലനായത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. 42% പേർക്ക് പ്രശ്നം വാട്സപ്പ്, ടെലഗ്രാം അടക്കമുള്ള മെസ്സേജിംഗ് ആപ്പുകളാണ്. OTT പ്ലാറ്റ്ഫോമുകളാണ് കുഴപ്പക്കാരെന്ന് പറഞ്ഞ 33% പേരും ഈ ലിസ്റ്റിലുണ്ട്. ഇനി സ്കൂളുകളിലെ വാട്സപ്പ് ഗ്രൂപ്പും മറ്റ് സ്റ്റഡി ആപ്പുകളും പ്രശ്നമാകുമോ എന്നോർത്ത് രക്ഷകർത്താക്കൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സർവേയിൽ പങ്കെടുത്ത വെറും 4% പേർക്ക് മാത്രമേ അത്തരത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. 17 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ലോക്കൽ സർക്കിൾസ് സർവേയുടെ ഭാഗമായി പരിഗണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കണക്കുകൾ ഞെട്ടിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയ എന്നത് ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സുരക്ഷിത സ്ഥാനമല്ല. രക്ഷകർത്താക്കളുടെ കൃത്യമായ കണ്ണ് അവരിലുണ്ടാവണം. അജയ് സുധാ ബിജു തയ്യാറാക്കിയ എക്സ്പ്ലെയിനറാണ് കണ്ടത്. സമസ്ത ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ നയപരമായി നടപ്പാക്കേണ്ടതാണെന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് പരിശോധിക്കണമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി ഒരു ചെറിയ സംഘടനയാണെന്നും അവരുടെ പിന്തുണ LDF രാഷ്ട്രീയ ആയുധമാക്കുന്നത് അവർക്ക് മറ്റ് പലതും മറച്ചു വെക്കാനുള്ളതുകൊണ്ടാണെന്നും PK ഫിറോസ് പറഞ്ഞു. യൂത്ത് ലീഗിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് ഉള്ളതല്ല, UDF 100-ലേറെ സീറ്റുകൾ നേടുക എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് പ്രധാനം എന്നും അതുകൊണ്ട് തന്നെ 3 ടേം വ്യവസ്ഥ പ്രായോഗികമല്ലെന്നും PK ഫിറോസ് അഭിപ്രായപ്പെട്ടു. മലപ്പുറത്ത് ന്യൂസ് 18 സംസാരിക്കുകയായിരുന്നു സംസ്ഥാന നേതാക്കൾ. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും PK ഫിറോസും ഒക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യൂത്തിന് വേണ്ടി യൂത്ത് സ്കാനും യൂത്ത് കോൺക്ലേവും ഒക്കെ സംഘടിപ്പിച്ച് അവരെ അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്, അല്ലേ? തീർച്ചയായും യുവാക്കൾ ഇവിടെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുക, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അതിന് ഒരുപാട് എക്സ്പേർട്ടുകളെയും അതുപോലെ യുവാക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. അതുപോലെ യൂത്ത് സ്കാൻ എന്ന് പറഞ്ഞ യുവാക്കളുടെ അടുത്ത് പോയി അവർ QR കോഡ് കൊടുത്ത് സ്കാൻ ചെയ്ത് ചോദ്യാവലികൾ കൊടുക്കും. അതിൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അടുത്ത 5 വർഷം യുവാക്കളെ എങ്ങനെ ശാക്തീകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. യൂത്ത് ലീഗ് അഡ്രസ്സ് ചെയ്യുന്ന യുവത്വത്തെയാണ്. സ്വാഭാവികമായിട്ടും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളപ്പോൾ നേതൃത്വം അംഗീകരിക്കുന്നു കരുതുന്നുണ്ട്. കൂടുതൽ സീറ്റ് എപ്പോഴും എല്ലാ തവണയും ചർച്ചകൾ വരുന്നതാണ്. കഴിഞ്ഞ തവണ 3 സീറ്റിലാണ് യൂത്ത് ലീഗ് മത്സരിച്ചത്. ഇത്തവണ അതിലധികം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, ഈ 3 സീറ്റ് കഴിഞ്ഞ തവണ വന്നുള്ളത് വലിയ ഒരു റേഷ്യോ തന്നെയാണ്. കാരണം 27 സീറ്റിലാണ് നിങ്ങൾ മത്സരിച്ചത്. അതിൽ യുവാക്കളുണ്ട്, അതുപോലെ മറ്റ് കഴിവുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മത്സരിച്ച യുവാക്കളാണ്. അതുകൊണ്ട് ഈ ഒരു തവണയും യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവും, അംഗീകാരം ഉണ്ടാവും. നമുക്കുള്ള അർഹതയ്ക്കുള്ള അംഗീകാരം ഞങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എത്ര സീറ്റ് കിട്ടും? എങ്ങനെ യൂത്ത് ലീഗിന് എത്ര സീറ്റ് കിട്ടുമെന്നല്ല, UDFന് 100-ലധികം സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യൂത്ത് ലീഗിന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പാർട്ടി പരിഗണിക്കുമെന്ന പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇത്തവണയും പാർട്ടി അത് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 3 ടേം വ്യവസ്ഥ എപ്പോഴും ചർച്ച ചെയ്ത ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്തതാണ്. ഇത്തവണ അതിൽ ഒരുപാട് പേർക്ക് ഇളവ് നൽകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുള്ളൂ എന്ന് അറിയാം. എങ്കിൽ പോലും അത്തരത്തിലൊരു ഇളവ് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് 3 ടേം എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ പരിചയസമ്പന്നർ കൂടി നിയമസഭകത്ത് വേണ്ടിവരും. ഇപ്പോൾ ലോക്കൽ ബോഡിയെ പോലെ അല്ല നിയമസഭ എന്ന് പറയുന്നത്, കുറച്ചുകൂടി വലിയൊരു ബോഡിയാണ്. അതിനകത്ത് പരിചയസമ്പന്നർ വേണം. അത് മാത്രമല്ല, അപ്പോൾ 3 ടേം ഒരാൾ ഇപ്പോൾ ഒരു തവണ MLA ആയാൽ 3 ടേം വരെ നിർബന്ധമായിട്ടും അയാളെ മത്സരിപ്പിക്കണം എന്നുമില്ല. അയാളുടെ പെർഫോമൻസ് നോക്കി ഇപ്പോൾ ഒരു ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കുറവാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്? ഇപ്പോൾ പാർട്ടി പരിശോധിക്കേണ്ടത് പെർഫോമൻസ്, അതുപോലെ തന്നെ പരിചയസമ്പത്ത്, അതുപോലെ തന്നെ നിയമസഭയിലും അതുപോലെ പാർട്ടിക്കും അവർക്ക് നൽകാൻ കഴിയുന്ന കോൺട്രിബ്യൂഷന്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് യൂത്ത് ലീഗിനുള്ളത്. ഇടതുപക്ഷ എല്ലാ പ്രസംഗങ്ങളിലും ജമാഅത്തെ മുൻനിർത്തിയാണ് UDFനെ ആക്രമിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞു കേട്ടു ജമാഅത്ത് ചെറിയൊരു സംഘടനയാണ് എന്നുള്ളത്. ശരിക്കും ചെറിയ സംഘടനയാണ് ജമാഅത്ത്. ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാൻ ശക്തി അവർക്കില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് തന്നെ എടുത്താൽ ഇപ്പോൾ കേരളം പോലെയുള്ള 3.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർഷിപ്പ് അവർ തന്നെ അവകാശപ്പെടുന്നത് 3000 മറ്റുമാണ് അവരുടെ പിന്നെ ആക്റ്റീവായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റ് പാർട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചെറിയ പാർട്ടിയാണ്, സംശയമില്ല. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയാണോ? കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമി. ഇത് നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ഗുജറാത്തിൽ
കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേൽ പാകിസ്ഥാൻ്റെ സഹായത്തോടെ മുഖ്യമന്ത്രിയാവുന്ന ഗുജറാത്ത് പോയി പ്രസംഗിക്കുക. UP-യിൽ പോയിട്ട് പറയുക റമദാന് മാത്രമല്ല കറണ്ട്, ദീപാവലിക്കും കറണ്ട് വേണമെന്ന് പ്രസംഗിക്കുക. സമാനമായ രീതിയിലാണ് മലപ്പുറത്തെയും കാസർകോട്ടെയും ജയിച്ച ആളുടെ പേര് നോക്കിയാൽ അവിടുത്തെ വർഗീയത മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് CPM-ൻ്റെ ഒരു മന്ത്രി പ്രസംഗിക്കുന്നത്. മലപ്പുറത്തേക്ക് കള്ളപ്പണവും സ്വർണവും വരുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണ് എന്ന് മുഖ്യമന്ത്രി ഹിന്ദുവിൽ അഭിമുഖം കൊടുക്കുന്നത്. വിവാദമായപ്പോൾ അത് PR ഏജൻസിയാണെന്ന് പറഞ്ഞ് തടിയൂരിയത്. അങ്ങനെ നിരന്തരമായി ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു പോസ്റ്ററായിട്ടാണ് CPM നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അതുപോലെ UDF-ൻ്റെ പോരായ്മകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും കേരളത്തിൽ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു, മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിച്ചൊരു ഫിയർ ഉണ്ടാക്കുക. ഇസ്ലാമോഫോബിയ നരേന്ദ്രമോദി ആയുധമാക്കുന്നത് പോലെ, RSS ആയുധമാക്കുന്നത് പോലെ ഒരു ഫിയർ ഉണ്ടാക്കി ആ ഫിയറിൽ നിന്ന് വോട്ട് നേടാൻ സാധിക്കും എന്നുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയാണ്. ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിച്ചപ്പോൾ തളങ്കരയിലേക്ക് പോകുമ്പോൾ പൊട്ടു മായ്ക്കുന്നു ഉണ്ണിത്താൻ എന്ന് വ്യാജ പ്രചരണം നടത്തി ഒരു വീഡിയോ ഉണ്ടാക്കി, വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി, കോഴിക്കോട്ട് കരീം ഖാൻ എന്നുള്ള പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്റർ ഇറക്കിയതുപോലെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പോസ്റ്ററായിട്ട് നടക്കുകയാണ് CPM. അതിനെയും കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടും. അങ്ങ് അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക ഒരുപാട് പേർ ആദരിക്കുന്ന വ്യക്തി കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് പ്രായോഗികമായിട്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണോ അല്ലെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയുള്ളതാണോ UDF വന്നു കഴിഞ്ഞാൽ? അല്ല, സമസ്ത ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടേതായ ഒരു സംഘടനാ നിലയ്ക്ക് ഒരു ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അവരുടെ ആവശ്യങ്ങൾ അത് സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ആവശ്യങ്ങൾ സർക്കാർ അത് ചെയ്യാൻ താല്പര്യപ്പെടും. ഒരു സംഘടന പറയുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സർക്കാരാണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. UDF വന്നാൽ അതിന് സാധ്യതയുണ്ട്, അങ്ങനെ പറയാം. എങ്ങനെ UDF വന്നു കഴിഞ്ഞാൽ സമസ്ത മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതെ, അത് അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് സർക്കാർ എന്താണോ അതിനെ മെറിറ്റും ഡിമെറിറ്റൊക്കെ നോക്കി അത് ആവശ്യമാണെങ്കിൽ അത് നല്ല രീതിയിൽ അത് സ്വീകാര്യമാണെങ്കിൽ അത് സർക്കാർ ചെയ്യുന്നുള്ളതാണ്. ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേരള സർവകലാശാല യൂണിയൻ പിരിച്ചുവിട്ട വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ SFI കോടതിയിലേക്ക്. VC-യുടെ തീരുമാനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. കലോത്സവ നടത്തിപ്പിനുള്ള ഫണ്ട് VC തടയുന്നു എന്ന് ആരോപിച്ചുള്ള SFI പ്രതിഷേധം സംഘർഷത്തിന് ഇടയാക്കിയത്. തുടർന്നാണ് ഏതാനും ആഴ്ചകൾ കൂടി കാലാവധി ഉണ്ടായിരുന്ന യൂണിയൻ VC പിരിച്ചുവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുരുക്കുമുറുക്കി ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു വാർത്ത, സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാൻഡായ V-Guard ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അത്യാധുനിക ഇന്നൊവേഷൻ ക്യാമ്പസിന്റെ 1ാം ഘട്ടം കാക്കനാട് കിൻഫ്ര EMC പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി P. രാജീവ് ഇന്നൊവേഷൻ ക്യാമ്പസിന്റെ സോഫ്റ്റ് ലോഞ്ച് നിർവഹിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസ് അധ്യക്ഷത വഹിച്ചു. V-Guard സ്ഥാപകൻ കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളി, ഭാര്യ ഷീല കൊച്ചൌസേഫ്, V-Guard മാനേജിംഗ് ഡയറക്ടർ മിഥുൻ K. ചിറ്റിലപ്പള്ളി, ഡയറക്ടറും CEO-യുമായ രാമേന്ദ്രൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി സെബാസ്റ്റ്യൻ, V-Guard ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ നീന മിഥുൻ ചിറ്റിലപ്പള്ളി, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. 120 കോടി രൂപയിലേറെ മുതൽ മുടക്കിലുള്ള ക്യാമ്പസിന്റെ 1ാം ഘട്ടത്തിൽ അത്യാധുനിക ഇലക്ട്രോണിക്സ് ആൻഡ് DRD ലാബുകൾ, IoT ലാബ്, റിയലബിലിറ്റി ലാബ്, പ്രോഡക്റ്റ് ഡിസൈൻ സ്റ്റുഡിയോ, ലേണിംഗ് സെന്റർ, കൺസ്യൂമർ ഇൻസൈറ്റ് റൂമുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതോടെ നമുക്ക് രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.